Hello my dear friends, ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഓണിയൻ വീൽസ് ആണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും സെലക്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡിഷിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് വീൽസ് ചെയ്യാൻ വേണ്ടി ആദ്യം സവാള ഇതുപോലെ സ്ലൈസ് ആക്കി മുറിച്ച് വിടിപ്പിച്ചെടുക്കണം. കണ്ടോ ഇതുപോലെ. എന്നിട്ട് ഒരെണ്ണം വലിയതും ഒരെണ്ണം ചെറുതായിട്ട് നമുക്കിതുപോലെ പെയർ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്റ്റഫിങ് റെഡിയാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 2 പൊട്ടറ്റോ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. 2 ചെറിയ പൊട്ടറ്റോ അല്ലെങ്കിൽ ഒരു വലിയ പൊട്ടറ്റോ ആയാലും മതി. പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുക ചെയ്യാം. പിന്നെ കുറച്ച് പെപ്പർ, കുറച്ച് ഉപ്പ്, ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി ആ സ്റ്റഫിങ് കുറച്ചെടുത്ത് ഒന്ന് റോൾ ചെയ്ത് ആ പെയർ ചെയ്ത് വെച്ചേക്കുന്ന സവാളയുടെ ഇടയിലായിട്ട് വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. സ്റ്റഫിങ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇരിക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ സ്റ്റഫിങ് എല്ലാം ഓരോ ഓണിയൻസിൻ്റെ അകത്ത് ചെയ്ത് നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെക്കണം. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന മുന്നേ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണ ഓണിയൻ കുറച്ച് കോൺഫ്ലവറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നന്നായിട്ട്. അതിനുശേഷം ഇവിടെ ഒരു മുട്ട ഞാൻ നന്നായി അടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഈ ബ്രെഡ് ക്രംസിനകത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും. ഞാനൊന്നും കൂടി മുട്ടയിൽ ഇത് മുക്കി ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. നമ്മുടെ ഓണിയൻ റിങ്സ് ഞാൻ തിരിച്ചും മറിച്ചും ഇടയ്ക്ക് ഇട്ട് കൊടുത്തായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. കണ്ടോ ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓണിയൻ വീൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടെക്സ്ചർ കണ്ടോ ഇതുപോലെ ഇരിക്കണം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഓണിയൻ വീൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ചായക്ക് പറ്റിയൊരു പലഹാരമാണ്. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുവരെ സൈൻ ഓഫ് ഫ്രം